സാർ, പൊതുവെ SFIക്കാർക്ക് ഗവർണറെ കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നമാണ്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തും SFI ഗോ ബാക്ക് ഗവർണർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോ പുതിയ ഗവർണർ ആർലേക്കർ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് സവർക്കറെ അല്ല വേണ്ടത്, ചാൻസലറെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിച്ചു. ആ ബോർഡ് കണ്ടുകൊണ്ട് സവർക്കറെ കുറിച്ച് ഗവർണർ സംസാരിച്ചു. അത് സഹാക്കന്മാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഗോവിന്ദൻ മാഷൊക്കെ പറയുന്നത് ഷൂ നക്കി സവർക്കറെ ഞങ്ങൾ അംഗീകരിക്കില്ല, EP ജയരാജനടക്കം. പക്ഷെ EMS ഒക്കെ തൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള സവർക്കറെ ഈ രാഹുൽ ഗാന്ധി വെറുക്കുന്നത് അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മ കൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഈ സഹാക്കന്മാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? അത് സത്യത്തിൽ എനിക്ക് വേണ്ടി ഇപ്പോൾ SFI എന്ന് ഇതിനെ എതിർക്കുന്നതിൽ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം SFIക്ക് വിദ്യാഭ്യാസം കേട്ട ഭയങ്കര വെറുപ്പാണ്. കാരണം SFIയുടെ നേതാവിൻ്റെ പേരെന്താ? അവൻ്റെ പേര് ആർഷോ എന്നാണ്. ആർഷോന് വയസ്സ് എത്രയായി? ഞാൻ മനസ്സിലായി 19-30 വയസ്സും കണ്ടായി. ഇപ്പോഴും മഹാരാജ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഡിഗ്രി പോലും കിട്ടിയിട്ടില്ല. എനിക്കൊരു 50 വയസ്സ് കഴിയാതെ കൊണ്ട് പുള്ളിക്ക് ഡിഗ്രി കിട്ടാൻ യാതൊരു തരവില്ല. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് കേട്ടാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വിരളി പിടിക്കാറുണ്ട്. ഇത് SFIക്കാർക്കുണ്ടത്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭകളെ തകർക്കാൻ വേണ്ടിയിട്ട് അതിന് കോൺഗ്രസ് BJP ഒന്നും ആവശ്യമില്ല. അത് എക്കാലത്തും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ. ആരെ പുള്ളി താഴെ ഇറക്കിയത്? അത് CIT-കാരുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് CIT-കാരായിരുന്നു താഴെ ഇറക്കിയത്. അതേപോലെ തന്നെ DYFI-കാരായിരുന്നു PS അച്യുതാനന്ദനെ താഴെ ഇറക്കിയത്. അങ്ങനെ എല്ലാ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭകളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവാന്തര വിഭാഗങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ കാണുന്നത്. നമ്മൾ മറ്റേ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണറെ കുറിച്ചിട്ട് യാതൊരു ആക്ഷേപം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ലല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ വേണ്ടി പോയിട്ട് ഞാൻ പോയിട്ട് കാര്യം നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കേരള ഗവർണറുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് കേരള ഹൗസിൽ കേരളത്തിൻ്റെ ഗവർണർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി വന്ന് മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിട്ടല്ലപ്പ. സത്യത്തിൽ വന്നത് കേരളത്തിന് ഗവർണറുള്ളതിൻ്റെ പേരിലാണ്. ഇത് തിരിച്ചറിയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതിൻ്റെ പേരിലാണ് അദ്ദേഹവും നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇരിക്കുന്ന അതേ സോഫയുടെ ഒരു അറ്റത്ത് പോയിട്ട് ഇരിക്കാൻ വേണ്ടി കാരണം അതാണ്. അല്ലാണ്ട് അവിടെ ഒരു തോമസ് മാർട്ടിൻ്റെ കഴിവുമില്ല, ഒരു കേരളത്തിന് മുഖ്യമന്ത്രിയുടെ കഴിവുമില്ല. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വന്ന് കാണാനുള്ള ഏക കാരണം അവിടെ ഗവർണർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു ഗവർണർ, വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരു ഗവർണർ അവിടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ തരത്തിൽ വൃത്തികെട്ട പോസ്റ്റുകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് SFIക്കാർക്കേ പറ്റുള്ളൂ. കാരണം SFIക്കാർക്ക് ഇവിടെ എന്താ രാഷ്ട്രീയം അറിയാം? അവർക്ക് ഇന്ത്യയുടെ ചരിത്രം അറിയാമോ? എത്ര വർഷത്തുള്ള വീര സവർക്കർ ജയിലിൽ കിടന്നത്? 21 വർഷക്കാലാണ് ജയിലിൽ കിടന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെ കിടന്നേക്കുന്നത്? EMS എത്ര ദിവസം കിടന്നിട്ടുണ്ട്? EMS ഏത് ജയിലിലാണ് കിടന്നിരിക്കുന്നത്? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും ജയിലിൽ പോയിട്ടുണ്ടോ? അവർ ആപ്പടെ പോയത് ഇവിടെ പിടിച്ചുപറിക്കും മോഷണത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും ജയിലിൽ പോയിട്ടുള്ളത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരും ജയിലിൽ പോയിട്ടില്ല. ആരാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയത്? ആരാ? അന്ന് ലെനിൻ 1913 MN റോയി അവിടെ ചെന്ന സമയത്ത് MN റോയി ഒരു ചിന്തകനായിരിക്കുന്ന MN റോയി കണക്കിലെടുത്തുകൊണ്ട് ലെനിൻ പറഞ്ഞു, താങ്കൾ നിന്ന് പോയിട്ട് ചൈനയിൽ പോകണം എന്ന് പറഞ്ഞ് റഷ്യക്കാരെയും കൂടി കൂട്ടിവിടുകയാണ്. അങ്ങനെ MN റോയി പോയിട്ടാണ് ഈ പറയുന്ന മാവോ സേത്തുങ് തുടങ്ങിയിട്ടുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ചവൻലായി വന്നത് MN റോയിയുടെ ബന്ധത്തിൻ്റെ പുറത്താണ്. ഈ പറയുന്ന എല്ലാവരും അവിടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് MN റോയിയാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതും MN റോയി തന്നെയാണ്. അതുകൊണ്ട് മാവോ സേത്തുങ്ങും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം, അത് ഈ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാടൂർ പഠിപ്പരയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ ബന്ധം അതാണ്. ഇന്ത്യ വിരുദ്ധമായുള്ള സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാര്യമാണ് ഭാരതത്തിന് അനുകൂലമായിട്ട് ചെയ്തിരിക്കുന്നത്? ഏത് സാധനം അവർ ചെയ്യുന്നതും ഇന്ത്യ വിരുദ്ധമാണ്. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാർ കേന്ദ്രം ഭരിച്ചിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു. അന്നെന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെഹ്റുവിനെതിരായിരുന്നു. ഈ നെഹ്റുവിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. ഇന്ത്യ ചൈനയായിട്ട് യുദ്ധം വന്നു. ഇവരാരുടെ കൂടെയായിരുന്നു? ഇവർ ചൈനയുടെ കൂടെയായിരുന്നു. ഇത് മാത്രമായിരുന്നല്ലോ, ഇവർ മഹാത്മാഗാന്ധിക്കെതിരായിരുന്നു. മഹാത്മാഗാന്ധിക്കെതിരായിട്ടുള്ള പിടിച്ച മുദ്രാവാക്യം ഗാന്ധി ഇന്ത്യയെ എന്താക്കി എന്നാണ്. ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അല്ലാന്ന് പറയട്ടെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വിളിച്ച കൂട്ടത്തിലുണ്ട്. അത് വിളിപ്പിച്ചവരുടെ ആളുകളുടെ കൂട്ടത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വിളിച്ച മുദ്രാവാക്യമാണ്. എന്ന് വെച്ചാൽ ഗാന്ധി ഇന്ത്യയെ മാന്തി പുണ്ണാക്കി എന്ന് പറയുന്ന നികൃഷ്ടമായുള്ള പദപ്രയോഗം നടത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത്രയ്ക്കും കടുത്ത ദേശദ്രോഹികളാണ് ഇവര്.
അങ്ങനെ ദേശദ്രോഹികളായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും സവർക്കറെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഇവരെന്തായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറഞ്ഞത്? ആരാണ് ഈ ഇയാള് ജപ്പാൻകാരുടെ കാൽനക്കി, ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ ജപ്പാൻകാരുടെ കാൽനക്കി, എങ്ങനെയാ അന്ന് അവർ വിളിച്ച മുദ്രാവാക്യം? എന്ന് വെച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാൻകാരുടെ കാൽനക്കിയാണ്, ആ ചെറ്റ എന്ന് വിളിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ. അവരെല്ലാവരെയും കാൽനക്കി എന്ന് വിളിച്ചിട്ടപ്പ ഈ ഷൂ നക്കിയ കഥയൊക്കെ അവരന്നേ തുടങ്ങിയതാണ്. അവരന്ന് ഈ ഷൂ നക്കി എന്നൊക്കെ തുടങ്ങിയത് അവർ ആരോപിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരായിട്ടാണ്. അവർ ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്കെതിരായിട്ടാണ്. ഇന്നിപ്പോൾ അവർ ആധുനിക കാലഘട്ടങ്ങളിൽ SFIക്കാർക്ക് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് പറഞ്ഞ് എന്നാൽ നിങ്ങൾ സവർക്കർ പേര് പറഞ്ഞോട്ട് ഇവർ പറഞ്ഞ് ഇവിടെ ആർക്കാ പ്രശ്നമുള്ളത്? എന്താണ് സവർക്കർ എന്നുള്ളത് ഇന്ത്യയിൽ ജനങ്ങൾക്കറിയാം. ഇന്ത്യയിൽ വിപ്ലവത്തിൻ്റെ ആരാണ് വീർ സവർക്കർ. ഈ വീർ സവർക്കർ എന്നുള്ള പേര് വന്നത് ധീരൻ എന്നുള്ളതിൻ്റെ മറ്റു പദപ്രയോഗമാണ് വീരൻ എന്ന് പറഞ്ഞാൽ. ആ പ്രയോഗത്തിൽ വന്നതാണ്. അത് ഇവർ തിരിച്ചറിയേണ്ടതാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയുടെ ചരിത്രം വായിക്കില്ല. ഭാരതത്തിൻ്റെ ചരിത്രം അവർക്ക് വളരെ പുച്ഛമാണ് വായിക്കുന്നത്. അതുകൊണ്ട് അവർ ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന നിരവധി കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്ത്യയിലുള്ള എല്ലാ ദേശീയ നേതാക്കന്മാർക്കെതിരാണ്. അവർ മഹാത്മാഗാന്ധിക്കെതിരെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ, സവർക്കർക്കെതിരെ. ഈ പറയുന്ന സവർക്കറുടെ പേരിൽ ആദ്യമായിട്ട് സ്റ്റാമ്പ് ഇറക്കിയതാരാണ്? അത് BJP ഒന്നും ആയിരുന്നില്ലല്ലോ, അത് കോൺഗ്രസ് സർക്കാരായിരുന്നില്ലേ. കോൺഗ്രസ് വീര സവർക്കർ മരിച്ച സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനെ എന്തിനാ അനുശോചനപ്പെടുത്തിയത്? അത്രയ്ക്ക് വലിയ ബന്ധമായിരുന്നു, അത്രയ്ക്കുള്ളൊരു അംഗീകാരമായിരുന്നു സവർക്കറെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിന് ഉപരിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടല്ലോ. എന്താ കോൺഗ്രസ്സുകാരെന്താ വായിക്കാത്തേ? കമ്മ്യൂണിസ്റ്റുകാരെന്താ നോക്കാത്തേ? കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ നോക്കാത്ത നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. കാരണം പാർലമെന്റിൽ വിദ്യാഭ്യാസം ഉള്ളവരുന്നവർ അവരുടെ ഭാഗത്ത് ആരും പോയിട്ടില്ല എന്നവരേക്കും. അതുകൊണ്ട് അവർക്കൊന്നും കാണാനോ വാങ്ങാനോ വായിക്കാനോ ഉള്ള സൗഭാഗ്യം അവരെ സംബന്ധിച്ച് സിദ്ധിച്ചിട്ടില്ല. ഏതാണെങ്കിലും ഇന്ത്യയുടെ ചരിത്രം ബോധ്യപ്പെടുത്തുന്ന നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ത്യയിൽ പ്രസക്തമായിരിക്കുന്നത്. അവിടെ സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട ദർശനങ്ങൾ തന്നെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ ആരംഗീകരിക്കുന്നത്? ബംഗാളിലുണ്ടായിരുന്നു, അവിടെ പോയില്ലേ? ത്രിപുരയിലുണ്ടായിരുന്നു, അവിടെ പോയില്ലേ? ഇപ്പം കേരളത്തിൽ ഏത് നിമിഷം വേണമെങ്കിൽ പോകാം. ആ പോകുന്നതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വിഭാഗമാണ് SFI എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 4 സീറ്റ് നാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ 2026 കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് SFI എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തെ അവർ ഒതുക്കി നിർത്താൻ തയ്യാറാവണം. SFI ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധമാണ്. അഭിമന്യുവിനെ വിളിച്ചുകൊണ്ടെന്ന് കൊലപ്പെടുത്തിയതിൽ SFIക്ക് പങ്കില്ലെന്ന് പറയാൻ സാധിക്കുമോ? അവിടെ അട്ടപ്പാടിന്ന് വിളിച്ചുകൊണ്ടെന്നല്ലേ ഇവര്? അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്, SFIക്ക് പങ്കുണ്ട് കാര്യത്തിൽ. അതുകൊണ്ടാണ് കേസ് എവിടെ എത്തുന്നില്ലല്ലോ. എവിടെ കേസ് എത്തുന്നത്? ഇവർ തന്നെ ഭരിക്കുന്ന ഇവരുടെ IG, ഇവരുടെ മുഖ്യമന്ത്രി, ഇവരുടെ എല്ലാ വേണ്ടപ്പെട്ട ആളുകൾ എവിടെയാണെന്നൊരു കേസ് എത്തിച്ചേരുന്നത് അതാണ്. എവിടെയാണ്? ഇതിനെല്ലാം കാരണം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആളുകളെ കൊലപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അവിടെ അവർ സവർക്കർക്കെതിരായിട്ട് ചില പദപ്രയോഗങ്ങൾ നടത്തുന്നു, അവിടെ സമരം ചെയ്യിക്കുന്നു. ഈ സമരം ചെയ്യിക്കുന്ന സമയത്ത് ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥി മരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ സന്തുഷ്ടനാണ്, SFIക്കാരൻ സന്തുഷ്ടനാണ്. അങ്ങനെ ആയതാണ് നമ്മൾ ആ പുഷ്പൻ അറിയാമെന്നുള്ള കഥയൊക്കെ പാടിയില്ലേ? അതൊക്കെ പാടി നടന്ന് എൻ്റെ പേരില്ല. ആ കോയമ്പത്തൂരിൽ ജോലിക്ക് പോയിട്ടുള്ള പുഷ്പനെ വിളിച്ചു കൊണ്ടുവന്ന് കൂത്തുപറമ്പിൽ കൊണ്ടുവന്നിട്ട് MV ഗോവിന്ദനെ MV രാഘവനെ തടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും പുറകിൽ നിന്ന് വെടിയേറ്റിട്ട് മരിക്കാതെ കണ്ട് മരിച്ച പുഷ്പൻ, ഏറെക്കാലത്തോളം കിടന്ന പുഷ്പൻ, ഈ തരം പുഷ്പന്മാരെ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമത്തിലാണ് SFI ഉള്ളത്. അവർ കേരള ഗവർണറെ എതിർക്കുന്നതിൽ ഒരു അത്ഭുതമില്ല. അവർക്ക് സവർക്കറും അവരുടെ ശത്രു തന്നെയാണ്. അതിലെനിക്കൊരു സംശയം സംബന്ധിച്ചില്ല.